കൊട്ടാരക്കര അമ്പലപ്പുറത്തിനും നീലേശ്വരമാണ്. നീലേശ്വരം മുക്കോണി മുക്ക് കൊട്ടാരക്കരയ്ക്കും ഓടനാവട്ടം മുട്ര വഴി കടന്നു വരുന്ന അമ്പലപ്പുറം വഴി മുക്കോണിമുക്ക് വരുന്ന ഒരു ഭാഗത്തൊരു കഴിയുന്നുണ്ട്. നല്ലൊരു വളവുണ്ട്. ഈ ഇറങ്ങി വരുന്നതായതുകൊണ്ട് ഈ വണ്ടി ബ്രേക്ക് ചെയ്തിട്ട് കിട്ടാൻ സാധ്യതയില്ല. അത് ഇടതുവശം ചേർന്ന് ഇടതുവശത്ത് ബസ് കാത്തു നിന്ന സ്കൂൾ കുട്ടികളാണ് ഈ ദാരുണമായ സംഭവത്തിന് ഇരയായത്. രാവിലെ തൊട്ട് 9 മണി വരെ 10 മണി വരെ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പിള്ളേർക്ക് വേണ്ടി മാത്രമല്ല, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ഇവരൊക്കെ വെച്ചാൽ ഇവർക്ക് ഒത്തിരി സെക്കൻഡിൽ എന്തെങ്കിലും അത്യാവശ്യ കേസുകെട്ടിൽ ഇവർക്ക് പെട്ടെന്ന് വണ്ടി ഓടിപ്പോയാൽ അവർക്ക് എന്തെങ്കിലും കിട്ടും. അതിനാ ഇവർ കടന്ന് കഷ്ടപ്പെടുന്നത്. അവർ കഷ്ടപ്പെടുന്നതിനിടെ എത്ര ജീവൻ പോയി. കറക്റ്റ് 70 കറക്റ്റ് 70 സീരിയസ്. അപ്പൊ ഈ 15 പേര് ഉണ്ടാകും. സാധാരണ അത്രയും കാണത്തില്ല, 10 പേരെ കാണത്തുള്ളൂ. എന്ന് ഞാൻ നേരം ചെയ്തു വണ്ടി ലേറ്റായെന്ന് ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുകയും ചെയ്തുകൊണ്ട് ഉടനെ ഒരു സെക്കൻഡ് കൂടെ എല്ലാം സംഭവിച്ചത്. എന്തോ ഞാൻ കണ്ടത്. അപ്പോൾ ഉടനെ ഇവിടെ ഇപ്പൊ നിന്നോട് ഒന്ന് കാണുന്നത് ഈ വണ്ടി ഇവിടെ പറഞ്ഞു കിടക്കാം. ഉടനെ നമ്മൾ ഓടി വന്ന് 2 പയ്യന്മാരുണ്ടായിരുന്നു. പയ്യന്മാരെ കയറ്റി കൊണ്ടുപോയപ്പോഴാണെങ്കിൽ ഉടനെ അപ്പോൾ ഉടനെ ഞാൻ പറഞ്ഞു വേറെ ആളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഇതിനകത്ത് ഈ ടിപ്പറിന്റെ ഡ്രൈവർ ഇവിടുന്ന് മറിഞ്ഞ് അപ്പുറം സൈഡിൽ പോയി കുഴിക്കുന്നത്. പുള്ളിയെ നമ്മൾ ഇവിടുന്ന് കയറ്റി വിട്ടു. പിന്നെ ഒരു 3 പേര്, 2 പയ്യന്മാര് ഒന്നുകൂടി KSRTC ഒരു മെക്കാനിക്കൽ പുള്ളി മരിച്ചു പോയി. ഒരു പയ്യന് പോലെ ഇതായിപ്പോയി, കാലൊക്കെ ഇതായിപ്പോയി. ടിപ്പറെല്ലാം ഒതുക്കണോ എന്നുള്ളൊരു ഇതാണ്. ആ ഒരു സമയം കൊണ്ടാണ് ഇവർ ഇത്രയും പെട്ടെന്നാണെങ്കിൽ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും എത്തിക്കുകയോ സ്കൂൾ ടൈമാണ് പിന്നെ ഈ ടിപ്പറൊന്നും ഓടാൻ പറ്റത്തില്ല. അങ്ങനെ കൊണ്ടുവന്ന് വരക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഈ ചവിട്ടുന്നതിനകത്ത് നിൽക്കേണ്ടത് വണ്ടി ഇവിടെ വന്നാൽ ചവിട്ടിയായിരുന്നു. അതിന് പാട് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല സ്പീഡിലാണ് ഇറങ്ങി വന്നത്. ഇത് ആര് സഹിക്കും? ഇതൊക്കെ ആണ്ടെ അവശകളെ കാണുക, കൈയും കാലും ഇവരൊക്കെ പറക്കം പാകുന്നത്. ഇത് പറഞ്ഞിട്ട് കാര്യമല്ല.